നമസ്കാരം. സിന്ധു നദീജല കരാറിന്റെ ഭാഗമായി ഇന്ത്യൻ നദികളിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന ജലം ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി ആരംഭിച്ചു. പുതിയ കനാലുകൾ പണിത് ഡൽഹി, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ജലം എത്തിക്കും. രക്തവും വെള്ളവും ഇനി ഒരുമിച്ച് ഒഴുകില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. പാകിസ്ഥാന് വലിയ തിരിച്ചടിയായി ഇത് മാറും. വ്യക്തമായ പദ്ധതി കേന്ദ്രം ഇതിനോടകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ബിയാസ് നദിയിലെ ജലം രാജസ്ഥാനിലെ ഗംഗാനഗറിലേക്ക് കൊണ്ടുപോകാൻ കനാൽ നിർമ്മിക്കും. ആദ്യഘട്ടത്തിൽ ജലം രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിൽ ജലം എത്തിക്കുന്നതിനുള്ള കനാലാണ് നിർമ്മിക്കുക. 130 കിലോമീറ്റർ ദൈർഘ്യമുള്ള കനാലായിരിക്കും ഇതിനായി നിർമ്മിക്കാൻ പോകുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരായ നടപടികളുടെ ഭാഗമായാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച തീരുമാനം ഇന്ത്യ പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി പാകിസ്ഥാൻ 4 കത്തുകൾ അയച്ചതായാണ് റിപ്പോർട്ടുകളുള്ളത്. ജലലഭ്യത കുറവ് കാരണം പാകിസ്ഥാന് രൂക്ഷമായ വരൾച്ച അനുഭവിക്കുകയാണെന്നും പാകിസ്ഥാൻ അയച്ച കത്തിൽ പറയുന്നുണ്ട്. പാകിസ്ഥാനിലെയും അതോടൊപ്പം തന്നെ പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകരതാവളങ്ങൾ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും കരാർ വിഷയത്തിൽ കത്തയച്ചതായാണ് സൂചന. അപ്പോൾ ഇന്ത്യ കൊടുത്ത മറുപടി, ഇനി വെള്ളവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുമില്ല. ഇനി ചർച്ചയുണ്ടെങ്കിൽ പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ചും ഭീകരവിരുദ്ധ ചർച്ചകളെയും പറ്റിയായിരിക്കും ഇനിയുള്ള പാകിസ്ഥാനുമായിട്ട് ചർച്ച. അല്ലാതെ വെള്ളമോ അരിയോ ഉൾപ്പെടെയുള്ള ഒരു സഹായങ്ങളും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇനി പ്രതീക്ഷിക്കരുത്. അത് ചോദിച്ചുകൊണ്ട് ഇനി മേലാൽ കത്തയക്കരുതെന്ന് ഇന്ത്യ കർശനമായ ഒരു നിർദ്ദേശം പാകിസ്ഥാന് നൽകിയിട്ടുമുണ്ട്. ഇതിനിടെയാണ് കനാലുണ്ടാക്കി വെള്ളം തിരിച്ചുവിടാനുള്ള ഇന്ത്യയുടെ നിർണായക നീക്കം. ഇതോടെ പാകിസ്ഥാനിലേക്ക് ഇന്ത്യയിലേക്ക് നിന്നും ജലം എത്തുന്നില്ല എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പാക്കും. 3 വർഷം കൊണ്ട് കനാൽ നിർമ്മാണം പൂർത്തിയാക്കും. എന്നാൽ 2 വർഷത്തിനുള്ളിൽ തന്നെ കനാൽ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതിനുവേണ്ടി യുദ്ധകാല അടിസ്ഥാനത്തിൽ പണികൾ തുടങ്ങും. 2ാം ഘട്ടം എന്ന നിലയിലാണ് ഈ ജലം യമുന നദിയിലേക്ക് എത്തിക്കുന്നത്. ഇതിനായി 70 കിലോമീറ്റർ നീളമുള്ള കനാൽ നിർമ്മിക്കും. ജലം യമുനയിൽ എത്തുന്നതോടെ ഡൽഹി, പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിലേക്കും ബിയാസിലെ ജലം ഒഴുകും. അടുത്തിടെ സിന്ധു നദി കരാറുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ എല്ലാ ആശങ്കകളും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യക്ക് കത്ത് നൽകിയിരുന്നു. കേന്ദ്ര ജൽശക്തി മന്ത്രാലയത്തിനാണ് കത്ത് കൈമാറിയത്. ഇതേ അപേക്ഷയുമായി പാകിസ്ഥാൻ നേരത്തെ നൽകിയ 2 കത്തുകൾ ഇന്ത്യ തള്ളിയിരുന്നു. പാകിസ്ഥാന് കൈമാറിയ പുതിയ കത്ത് ജൽശക്തി മന്ത്രാലയം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറി. ഭീകരതയും വ്യാപാരവും രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്ന് ഇന്ത്യ വ്യക്തമായി പറഞ്ഞിരുന്നു. അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പരസ്പര വിശ്വാസവും സൗഹൃദവും അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ സിന്ധു നദീജല കരാറിന്റെ അന്തസ്സതയ്ക്ക് ആ ഒരു രീതിയിലേക്ക് പാകിസ്ഥാൻ എത്തിയില്ല. ആ ഒരു രീതി പാകിസ്ഥാന്റെ പ്രവർത്തനം നടന്നില്ല എന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ. അതായത് പാകിസ്ഥാൻ അവിടെ നമ്മുടെ രാജ്യത്തെ, അതായത് ഇന്ത്യയെ തന്നെ ദ്രോഹിക്കുന്ന ഒരു നിലപാട് എടുത്തു. പാക് ജലമന്ത്രാലയം സെക്രട്ടറി സെയ്ദ് അലി മുർദാസ ജൽശക്തി മന്ത്രാലയത്തിന് കത്തുകൾ അയക്കുകയും ആ കത്തുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറുകയും ചെയ്തു എന്നതാണ് റിപ്പോർട്ട്. ഭീകര പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ നൽകി വരുന്ന പിന്തുണ അവസാനിപ്പിക്കാതെ കരാർ മരവിച്ച നടപടിയിൽ ഇളവ് വരുത്താൻ ഉദ്ദേശമില്ല എന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത്. സിന്ധു നദിയിൽ നിന്നുള്ള ജലത്തിന്റെ കാര്യത്തിൽ എത്രയും വേഗം പരിഹാരം കണ്ടെത്തണമെന്ന് പാകിസ്ഥാനിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെയാണ് പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് ഗണ്യമായി കുറയ്ക്കുന്ന പദ്ധതികൾക്ക് ഇന്ത്യ തുടക്കം കുറിച്ചത്. പൂർത്തിയാകാൻ വർഷങ്ങൾ വേണ്ടിവരുന്ന കനാലുകൾ ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് ഇന്ത്യ തുടങ്ങി വെച്ചിരിക്കുന്നത്. ചെനാബ്, ഝലം, സിന്ധു നദികളിൽ നിന്നുള്ള ജലം ഇന്ത്യയിലേക്ക് വഴിതിരിച്ചുവിടുന്ന പദ്ധതികളാണ് ആരംഭിച്ചത്. കരാർ പ്രകാരം പാകിസ്ഥാന് അവകാശപ്പെട്ട നദികളാണ് ഇവ 3. ചെനാബ് നദിയിലെ രൺബീർ കനാൽ വികസിപ്പിക്കാനുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടന്നുവെന്നാണ് വിവരം. കനാൽ വികസിപ്പിച്ചാൽ സെക്കൻഡിൽ 150 ഘനമീറ്റർ വരെ വെള്ളം ഇന്ത്യയിലേക്ക് തിരിച്ചുവിടാനാകുമെന്നാണ് കണക്കാക്കുന്നത്. നിലവിൽ ഇത് 40 ഘനമീറ്റർ മാത്രമാണ്. 19ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ കനാലിന് 60 കിലോമീറ്ററോളം നീളമുണ്ട്. ഇതിന്റെ നീളം 120 കിലോമീറ്റർ വരെ ആകാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. പൂർത്തിയായാൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയാണ് കാര്യമായി ബാധിക്കുക. ഇതിനു പുറമെ മറ്റു നദികളിൽ ജലവൈദ്യുതി പദ്ധതികളും നിർമ്മിക്കും. അതിലൂടെ ജലമൊഴുക്ക് കൂടുതൽ നിയന്ത്രിക്കാനാകും. 3 നദികളിൽ നിന്നുള്ള ജലം വഴിതിരിച്ചുവിട്ട് ജമ്മു കാശ്മീർ അടക്കമുള്ള വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനാണ് പദ്ധതി. മാത്രമല്ല, വലിയ തോതിൽ ജലം സംഭരിക്കാനുള്ള റിസർവോയറുകളും നിർമ്മിക്കുകയും ചെയ്യും. ഇന്ത്യയുടെ ജലാവശ്യകത നിറവേറ്റാൻ ആവശ്യമായ പദ്ധതി, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾക്കായുള്ള വിദഗ്ധ പരിശോധനകൾ ഊർജിതപ്പെടുത്തും. ചെനാബ് നദിയിലെ ഇന്ത്യയുടെ ജലവൈദ്യുതി പദ്ധതികളായ ഭാഹിംഗർ,
അതോടൊപ്പം തന്നെ സലാൽ അണക്കെട്ടുകളിൽ നിന്നും ചെളിയും ഏക്കലും നീക്കം ശേഷി കൂട്ടാനുള്ള നടപടിയിലേക്കും ഇന്ത്യ കടന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി അണക്കെട്ട് തുറന്നുവിടുന്ന പ്രക്രിയയാണ് ഇന്ത്യ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല എന്ന ഇന്ത്യയുടെ പ്രഖ്യാപനം ഇപ്പോൾ ഏതാണ്ട് പാകിസ്ഥാന് കാര്യം മനസ്സിലായി. ആദ്യം പാകിസ്ഥാൻ വിചാരിച്ചത് ഇതൊരു 2 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ചത്തെ അല്ലെങ്കിൽ ഒരു 2 മാസത്തെ ഒരു പണിയായിരിക്കും ഇന്ത്യ വെള്ളം തടഞ്ഞു വെക്കുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ 3-ാമത്തെ മാസം മുതൽ അല്ലെങ്കിൽ 3-ാമത്തെ ആഴ്ച മുതൽ ഇന്ത്യ ബാവുലെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് അവർ ഇന്ത്യ വെള്ളം തുറന്നു വിട്ടു തരുമെന്നാണ് പാകിസ്ഥാൻ ഷഹബാസ് ഷരീഫ് അടക്കം കരുതിയത്, പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി അടക്കം കരുതിയത്. പക്ഷേ ശക്തമായ നിലപാടിൽ വിദേശകാര്യ മന്ത്രാലയം അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയും ഒരു നിലപാടെടുത്തു. ഭീകരവാദം അവസാനിച്ചതിന് ശേഷം നിനക്കിനി വെള്ളം വേണമെങ്കിൽ വെള്ളം തരാം, മറ്റെന്ത് വസ്തുക്കൾ വേണമെങ്കിലും വസ്തുക്കൾ തരാം. 1 ഭീകരവാദം അവസാനിപ്പിക്കുക, 2 പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ കൈവളയിലേക്ക് വച്ചു തരിക. ഈ 2 കാര്യം നിങ്ങൾ ചെയ്താൽ വെള്ളം തരാം എന്ന ഒരു നിർദ്ദേശം ഇന്ത്യ മുന്നോട്ട് വെച്ചു. പക്ഷേ എന്നാലും അത് പാകിസ്ഥാൻ അംഗീകരിക്കില്ല. കാരണം പാകിസ്ഥാൻ്റെ ഈ ഒരു മുഖമുദ്രയാണ് തീവ്രവാദം എന്ന് പറയുന്നത്. അവർ ഈ തീവ്രവാദം എന്ന ഈ നരാധമമായ പ്രവൃത്തിയിൽ പാകിസ്ഥാൻ ഒരിക്കലും അത് വിട്ട് പുറത്തു വരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളവും തരാൻ ഉദ്ദേശമില്ല. അതിന് പാകിസ്ഥാനിൽ കിടന്ന് എത്രയൊക്കെ ഷഹബാസ് ഷരീഫും അവരുടെ മന്ത്രിമാരും ഭീഷണി മുഴക്കിയാലും അതിൻ്റെ 3 ഇരട്ടി പ്രഹരം നമ്മൾ തിരിച്ചു കൊടുക്കുമെന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.